നമ്മളുടെ കുടുംബങ്ങളൊക്കെ ചെറുതാണ്, എന്നാൽ പ്രാർത്ഥനയാകുന്ന കുടുംബം വിശാലമായിട്ട് മാറണം. മറക്കാതിരിക്കുക. നാം പ്രാർത്ഥിക്കുക, നമ്മുടെ കുടുംബത്തിലുള്ളവർ, ബന്ധുമിത്രാദികൾ, എൻ്റെ സുഹൃത്തുക്കൾ, അങ്ങനെയാകരുത്. പ്രാർത്ഥനയാകുന്ന കുടുംബം വിശാലമായിരിക്കണം, അത് ചെറുതാകരുത്. ഇന്ന് ശതാധിപൻ തമ്പുരാന്റെ സന്നിധിയിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയാ? കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, താൻ തന്റെ കുടുംബത്തിന്റെ ഭാഗമാക്കിയ വൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. പ്രാർത്ഥന അങ്ങനെയായിരിക്കും. ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ കുടുംബത്തിലുള്ളവര്, അവരെ മാത്രം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചാൽ പോരാ. പേപ്പറിൽ വായിച്ചതായിരിക്കാം, അല്ലെങ്കിൽ എന്നോട് ആരെങ്കിലും പറഞ്ഞതായിരിക്കാം. അവരൊക്കെ എന്റെ ദൈവത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാം. അവരുടെ നിയോഗങ്ങളൊക്കെ, അവരുടെ കണ്ണുനീരുകളൊക്കെ, അവരുടെ വേദനകളൊക്കെ എന്റെ കുടുംബത്തിന്റെ വേദനകളാണെന്ന് മനസ്സിലാക്കി അത് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാൻ മനസ്സുണ്ടാകണം. അപ്പോഴാ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടാവുക. അല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ സ്വാർത്ഥനായിട്ട് മാറും. എന്തിനാ സ്വാർത്ഥനായ പ്രാർത്ഥന ദൈവം കേൾക്കൂ? ചിന്തിക്കും.